എല്ലാവർക്കും ബയോമെക്കിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതട്ടെ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബയോമെക് 40L ആണ്. കൊമേഴ്ഷ്യൽ മോഡലാണ്. ഇതൊരു കേറ്ററിംഗ് യൂണിറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. മിസ്റ്റർ മനു ആണ് ഇതിന്റെ പ്രൊപ്പറേറ്റർ. ഇത് സ്ഥാപിക്കുന്നത് കൊടകരയാണ്. അതിന്റെ വിശേഷങ്ങളാണ്, അതുപോലെ തന്നെ കേറ്ററിംഗ് യൂണിറ്റിന് എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം, ഇതാണ് വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം. അപ്പൊ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ കാണുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. പോകാം വീഡിയോയിൽ. ഇവിടെ നമ്മൾ വെക്കുന്നത് കേറ്ററിംഗ് യൂണിറ്റിന്റെ ഉള്ളിലാണ്. അവരുടെ കിച്ചനോട് ചേർന്ന് കിടക്കുന്ന ഒരു കോമൺ സ്പേസിലാണ് നമ്മളിത് സ്ഥാപിക്കുന്നത്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നമ്മൾ ലെവലിംഗ് കറക്റ്റ് ആയിരിക്കണം. ഞാൻ എല്ലാ വീഡിയോയിലും അത് പറയുന്നൊരു കാര്യമാണ്. അതേപോലെ തന്നെ കൊമേഴ്ഷ്യൽ മോഡലാകുമ്പോൾ ശ്രദ്ധിക്കേണ്ട മെയിൻ ഒരു വിഷയം എന്ന് പറയുന്നത്, എല്ലാ മോഡലും ശ്രദ്ധിക്കണം, കൂടുതൽ കെയർ കൊടുക്കേണ്ടത് കൊമേഴ്ഷ്യൽ മോഡലിലാണ്. സ്ലറി വരുന്ന ഭാഗം എപ്പോഴും താഴ്ന്നു തന്നെ ഇരിക്കും, എപ്പോഴും ശ്രദ്ധിക്കണം. അതിലെ ലെവലിംഗ് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഇൻലെറ്റിൽ ഫീഡ് ചെയ്യുന്ന വേസ്റ്റ് ഇറങ്ങി പോവാതെ വരികയും പിന്നെ അത് വളരെയധികം സീരിയസ് പ്രശ്നങ്ങളിലേക്ക് പോവുകയും ചെയ്യും. പിന്നെ ക്ലീൻ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും. അത് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നമ്മൾ കേറ്ററിംഗ് യൂണിറ്റിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഓയിൽ വേസ്റ്റ് വരുന്ന ഓയിൽ അങ്ങനെ തന്നെ ഡംപ് ചെയ്യരുത്. വേസ്റ്റ് വരുന്ന ഓയിൽ ഡംപ് ചെയ്യുമ്പോൾ എന്താ പ്രോബ്ലം വരുന്നതെന്നുണ്ടെങ്കിൽ, ഇതിന്റെ മുകളിൽ ഗ്രാജുവലി ഒരു സ്കം ഫോം ചെയ്യുകയും ഗ്യാസ് പുറത്തോട്ട് വരാതിരിക്കുകയും പിന്നെ അത് വീണ്ടും ക്ലീനിങ്ങിലേക്ക് പോകേണ്ട ഒരു വിഷയമായി മാറും. ക്ലീനിങ് എന്ന് പറയുന്നത് നമുക്ക് ചില സ്ഥലങ്ങളിൽ ഈസി ആയിട്ട് ചെയ്യാവുന്ന കാര്യമാണ്. പക്ഷെ നമ്മൾ ഇടുന്ന വേസ്റ്റ് ദഹിച്ച് അതിന്റെ ഗ്യാസ് കിട്ടാനാണ് നമ്മൾ പ്ലാന്റ് വെക്കുന്നത്. അതുകൊണ്ട് ക്ലീനിങ് എന്ന് പറയുന്ന ആ പ്രക്രിയ പരമാവധി നിങ്ങൾ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കണം. നമ്മൾ പറയുന്ന ഡയറക്ഷൻസ് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൊതുവർഷത്തേക്ക് ക്ലീൻ ചെയ്യേണ്ട ആവശ്യം വരും. അത് വളരെയധികം ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ മെയിനായിട്ട് കേറ്ററിംഗ് യൂണിറ്റ്സിൽ വേസ്റ്റ് വരുന്നത് സവാളയുടെ തൊലിയാണ്. അത് മുട്ടത്തുണ്ട്, നാരങ്ങത്തൊലി. ഇതൊരിക്കലും നിങ്ങൾ ഫീഡ് ചെയ്യരുത്. ഇത് 1-2 തവണ നമുക്ക് പോയതുകൊണ്ട് വേറെ ഇഷ്യൂസ് വരുന്നില്ല. പക്ഷെ ഇത് നിരന്തരം റെഗുലറായിട്ട് ഇത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതേപോലെ തന്നെ സ്കം ഫോം ആവും. അതേപോലെ തന്നെ ലെമൺ ഷെൽസ് ആണെങ്കിൽ ഒരുപാട് പോകുമ്പോൾ സിട്രിക് നേച്ചർ ഉള്ളതുകൊണ്ട് അതിന്റെ pH മാറാനും സാധ്യത വരുന്നൊരു കാര്യമാണ്. അപ്പൊ അത് മീഥേനെ ബാധിക്കും. മീഥേൻ നമുക്ക് 50 to 60% എങ്കിലും ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഗ്യാസ് കത്തിക്കാൻ കിട്ടുന്നത്. അപ്പൊ ഏകദേശം നമ്മൾ ഈ മോഡൽ സ്ഥാപിക്കുമ്പോൾ നമുക്ക് ഏകദേശം LPG 1 കിലോ ഒക്കെ താഴെ, ഒരു 750 ml മുതൽ 1 കിലോയ്ക്ക് താഴെ വരുന്ന LPG ഒരു ദിവസം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സ്ലറി നമ്മൾ പൈപ്പ് വെച്ച് കണക്ട് ചെയ്ത് വേറെ ഒരു സ്ഥലത്തോട്ട് നീട്ടി എക്സ്റ്റെൻഡ് ചെയ്ത് ഇടുകയാണെങ്കിൽ സ്ലറി വരുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ തീർച്ചപ്പെടുത്തണം. അല്ലെങ്കിൽ സ്ലറി റിവേഴ്സ് വന്ന് വാട്ടർ ജാക്കറ്റിലോട്ട് ചാടാനുള്ള സാധ്യതകളുണ്ട്. ഒരുപാട് കസ്റ്റമേഴ്സ്, അതായത് കറക്റ്റായിട്ട് പൈപ്പ് ക്ലിയർ അല്ലേന്ന് നോക്കണം. ഒരുപാട് ബെൻഡ് ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ചിലപ്പോൾ ബ്ലോക്ക് വരും. കാരണം ചില സമയത്ത് തിക്കായിട്ട് ലിക്വിഡ് പുറത്തേക്ക് വരും. അപ്പോൾ ചിലപ്പോൾ ബ്ലോക്ക് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സ്ലറി എക്സ്റ്റെൻഡ് ചെയ്ത് കണക്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആഴ്ചയിൽ 2 ദിവസം പൈപ്പ് ചെക്ക് ചെയ്യേണ്ടത് നിങ്ങളുടെ ഒരു ഡ്യൂട്ടിയാണ്. അത് കറക്റ്റായിട്ട് തന്നെ പാലിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് റിവേഴ്സ് ചാടും, വാട്ടർ ജാക്കറ്റ് വൃത്തികേടാവും. പിന്നെ നമ്മളത് വാട്ടർ ജാക്കറ്റ് ഫുള്ളായിട്ട് ഫ്ലഷ് ഔട്ട് ചെയ്യേണ്ടി വരും. സൈഫൺ ചെയ്ത് കളയരുത്. അതിലുള്ള വെള്ളം ഫ്ലഷ് ചെയ്ത് ഒരു ഹോസ് ഉള്ളിൽ വെച്ചിട്ട് ഫ്ലഷ് ചെയ്ത് പുറത്തേക്ക് കളയണം. ഒരിക്കലും വെള്ളം സൈഫൺ ചെയ്ത് വറ്റിക്കാനായിട്ട് ശ്രമിക്കരുത്. ഇത്രയ്ക്ക് തന്നെയാണ് നമ്മൾ പറയാനുള്ളത്. മെയിനായിട്ട് ഓയിലി സാധനങ്ങൾ, സവോളത്തൊലി, pH മാറ്റുന്ന സാധനങ്ങൾ, കഞ്ഞിവെള്ളം, ഇത് തീർച്ചയായിട്ടും ഒരു നിശ്ചിത ക്വാണ്ടിറ്റി കൂടുതൽ കഞ്ഞിവെള്ളം ഒഴിക്കരുത്. ബാക്കി എല്ലാ സാധനങ്ങളും ഒഴിവാക്കണം. ഓയില് കുറെ പോയി കഴിഞ്ഞാൽ പ്ലാന്റിന്റെ പ്രവർത്തനത്തിനെ സാരമായല്ല വളരെയധികം ബാധിക്കുന്ന ഒരു കാര്യമാണ്. എന്തായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ ഞാൻ സമാഹരിക്കുകയാണ്. എന്തായാലും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കോമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഇൻസിനറേറ്ററിന്റെയും സോളാറിന്റെയും ഡിവിഷൻ നമ്പേഴ്സ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഫോളോ ചെയ്യാനുള്ള ലിങ്കുകളും ഞാൻ കൊടുക്കുന്നുണ്ട്. അതിനും നമ്മൾ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. അതൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പം എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ഗുഡ് ബൈ, ടേക്ക് കെയർ, ബൈ ഫ്രം ഫ്രെഡി.